നമ്മുടെ വീട്ടിൽ വരുന്ന പവർ സപ്ലൈ 230 വോൾട്ടിൻ്റെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഹൈ വോൾട്ടേജ് ഏകദേശം 30 കിലോ വോൾട്ടൊക്കെ തരുന്ന ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ ഉണ്ടാക്കാന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഈ വീഡിയോ ചെയ്യാനായിട്ടൊരു കാരണമുണ്ട്. ഇനി വരുന്ന പല വീഡിയോസിലും ഈ പവർ സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് മാറും. അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല ഈ വീഡിയോയ്ക്കും കുറച്ച് ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ പാർട്ടാണിത്. അപ്പോൾ നമ്മൾ LOT ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പവർ സപ്ലൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നിഷിൻ, ഇലക്ട്രോസ്കോപ്പിലേക്ക് സ്വാഗതം. ഇതാണ് LOT. LOT എന്ന് പറഞ്ഞാൽ ലൈൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ ഇതിന് ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ നമ്മൾ പഴയ പിക്ചർ ട്യൂബ് അല്ലെങ്കിൽ CRT സ്ക്രീനുള്ള TV കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും. ഇപ്പോൾ TV റിപ്പയർ ചെയ്യുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ചെറിയ തുകയ്ക്ക് മേടിക്കാനും കിട്ടും. നമുക്ക് ഈ LOT ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ LOT എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ഇതിനകത്ത് ചെറിയൊരു വോൾട്ടേജ് AC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈ വോൾട്ടേജ് DC ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതിനകത്തൊരു ഇൻറ്റേർണൽ റെക്ടിഫയർ ഡയോഡ് ഉള്ളതുകൊണ്ടാണ് ഔട്ട്പുട്ട് DC ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഏകദേശം 30 കിലോ വോൾട്ടൊക്കെ വരും. അത് LOTക്ക് അനുസരിച്ച് വേരി ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ C ഷേപ്പിൽ കാണുന്നതാണ് ഇതിൻ്റെ ഫെറൈറ്റ് കോർ. ഇതിന് ചുറ്റുമാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സ് വരുന്നത്. ഞാനിപ്പോൾ ഒരു LOT കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫെറൈറ്റ് കോറും പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫെറൈറ്റ് കോർ. ഈ കട്ട് ചെയ്തിരിക്കുന്ന LOT നോക്കി അറിയാം, ഇത് ഈ കറക്റ്റ് ഈ ഭാഗത്തായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 വൈൻഡിങ്സ് കാണാം. അല്ല, കട്ടി കൂടിയ വയറും കൊണ്ടുള്ള വൈൻഡിങ്സ് ടേൺസ് ആണ് അതിൻ്റെ പ്രൈമറി. കനം കുറഞ്ഞ വയറും കൊണ്ടുള്ള ടേൺസ് ആണ് അതിൻ്റെ സെക്കൻഡറി. പ്രൈമറിയിൽ ടേൺസ് കുറവായിരിക്കും, അതുകൊണ്ടാണ് കട്ടി കൂടിയ വയർ ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡറിയിൽ ഇഷ്ടംപോലെ ടേൺസ് കാണും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക്കലി ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് എപ്പോഴും സെക്കൻഡറിയിലായിരിക്കും ടേൺസ് കൂടുതൽ. പിന്നെ ഒരു കാര്യം, ഇത് 50 ഹെർട്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സാധനമല്ല. ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഏകദേശം 20 തൊട്ട് 40 കിലോ ഹെർട്സ് റേഞ്ചിലുള്ള AC വോൾട്ടേജ് വേണം. അപ്പോൾ അതിന് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടൊരു എക്സ്റ്റേണൽ സർക്യൂട്ടറിയുടെ ആവശ്യമുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുക ഫ്ലൂറസൻ ട്യൂബിലേക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ബലാസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചോക്കായിരിക്കും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. പിന്നെ നിങ്ങൾ ഈ LOTയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് വയറാണ് ഇതിൻ്റെ ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ട്. ഇതൊരു സക്ഷൻ കപ്പ് വഴി നമ്മൾ പിക്ചർ ട്യൂബിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇതിൻ്റെ അടിവശത്ത് കുറേ പിന്നുകളുമുണ്ട്. ഈ പിന്നുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വൈൻഡിങ്സിലേക്കൊക്കെ ഉള്ള പ്രൈമറിയിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡറിയിലേക്കുള്ള കണക്ഷൻസ്, മാത്രമല്ല ബ്ലാങ്കിങ്, ഹൊറിസോണ്ടൽ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ, അങ്ങോട്ടൊക്കെയുള്ള കണക്ഷൻസാണ് ഈ പിന്ന്. ഇതിനകത്ത് 3 പിന്നാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യമേ ആ 3 പിന്ന് കണ്ടുപിടിക്കണം, എന്നിട്ടാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആ 3 പിന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ഇതിൽ നിന്ന് വേണ്ടത് 3 പിന്നാണെന്ന് പറഞ്ഞു. ഒന്ന് നമ്മളുടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡറിയുടെ രണ്ടാമത്തെ എൻഡ്. ആദ്യത്തെ എൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ടാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ എൻഡ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. പിന്നെ വേണ്ടത് പ്രൈമറി കോയിലിൻ്റെ 2 എൻഡ്, അതിൻ്റെ പൊളാരിറ്റി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ 3 പിന്നാണ് ഇതിനകത്ത് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ പിന്നുകളുടെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം മൾട്ടിമീറ്റർ ഉപയോഗിച്ച്. അപ്പോൾ ഞാൻ ഈ മൾട്ടിമീറ്ററിൻ്റെ ഒരു ടെർമിനൽ ആദ്യത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ട് ബാക്കി എല്ലാമായിട്ട് രണ്ടാമത്തെ ടെർമിനൽ ടച്ച് ചെയ്ത് നോക്കുകയാണ്, ബാക്കി എല്ലാ പിന്നുമായിട്ട്. ഇടയ്ക്ക് കണക്ഷൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ പിന്നിന് വേറൊരു പിന്നുമായിട്ട് കണക്ഷൻസ് ഇല്ല. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ സെക്കൻഡറിയുടെ രണ്ടാമത്തെ എൻ്റെ. അതിൽ നമുക്ക് ഒരു ടെസ്റ്റ് കൂടെ നടത്തി നോക്കാം. പക്ഷെ നമുക്ക് ബാക്കി പിന്നിൻ്റെ കണക്ടിവിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കി പിന്നുകളൊക്കെ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻസ് വരുന്നുണ്ട്. അതിനർത്ഥം അതൊക്കെ ഒരേ കോയിലിൽ തന്നെ പല ടാപ്പുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് തന്നെയായിരിക്കണം നമ്മളുടെ സെക്കൻഡറിയുടെ രണ്ടാമത്തെ എൻ്റെ എന്ന് പറഞ്ഞു. പക്ഷേ അതിന് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ ഒരു 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത 3 9 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് 27 വോൾട്ട് വരും. ഈ മൾട്ടിമീറ്ററിൻ്റെ ആദ്യത്തെ ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ നമുക്ക് ഈ ഹൈ വോൾട്ടേജ് എൻഡുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്, അതായത് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് 27 വോൾട്ടിൻ്റെ പവർ സപ്ലൈയുടെ നെഗറ്റീവ് എൻഡുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. മൾട്ടിമീറ്റർ 20 വോൾട്ട് DC യിലിട്ട് വെക്കാം.
മൾട്ടിമീറ്റർ ഇപ്പോൾ 20 വോൾട്ട് ഡി സിയിലാണ്. ഇനി നമ്മളുടെ ഈ 27 വോൾട്ടിൻ്റെ ഈ പോസിറ്റീവ് ടെർമിനൽ ഓരോ പിന്നുമായിട്ട് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണോ 5 വോൾട്ടിനും 10 വോൾട്ടിനും ഇടയ്ക്ക് വോൾട്ടേജ് കിട്ടുന്നത്, അതായിരിക്കും നമ്മളുടെ സെക്കൻഡറിയുടെ രണ്ടാമത്തെ ടെർമിനൽ. അപ്പോൾ നമുക്ക് 20 വോൾട്ടിൽ കൂടുതൽ വോൾട്ടേജുള്ള ഡി സി ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 27 വോൾട്ടാണ്. ആദ്യത്തെ പിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രം 6 വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് മൾട്ടിമീറ്ററിൽ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള പിന്നിലൊന്നും കാണിക്കുന്നുമില്ല. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ സെക്കൻഡറി. അപ്പോൾ നമുക്ക് സെക്കൻഡറി കോയിലിൻ്റെ രണ്ടാമത്തെ എൻ പോയിന്റ് കിട്ടി. ഇനി വേണ്ടത് പ്രൈമറി കോയിലിൻ്റെ 2 എൻ പോയിൻറ്റ്സും അതിൻ്റെ പൊളാരിറ്റിയാണ്. 2 എൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നുകൾ പെയറായിട്ട് എടുത്തിട്ട് അതിനെ ക്രോസുള്ള റെസിസ്റ്റൻസ് അളന്ന് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നതായിരിക്കും പ്രൈമറിയുടെ 2 എൻ പോയിൻറ്റ്സ്. ബാക്കി എല്ലാത്തിനും അതിനേക്കാൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഏകദേശം 0.9 ഓമിനും 1.5 ഓമിനും ഇടയ്ക്കൊക്കെ ആയിരിക്കും ഈ റെസിസ്റ്റൻസ് പലപ്പോഴും വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ലാസ്റ്റ് 2 പിന്നിൽ ആണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടിയത്. ഏകദേശം 1.5 ഓം അവിടെ കിട്ടി. അപ്പോൾ അതായിരിക്കും നമ്മളുടെ പ്രൈമറിയുടെ 2 എൻ പോയിൻറ്റ്സ്. ഇനി അതിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കണം. പൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്കതൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് 2 വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ പ്രൈമറിയുടെ 2 എൻ പോയിൻറ്റ്സിൽ 2 വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മൾട്ടിമീറ്റർ ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ടിനും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെക്കൻഡറിക്കും ഇടയ്ക്കായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ഈ 9 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ട് ഈ പ്രൈമറി കോയിൽസിൻ്റെ ഇടയ്ക്ക് ചെറിയ പൾസ് കൊടുത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്, മൾട്ടിമീറ്ററിൽ കാണിക്കുന്ന വോൾട്ടേജ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ കൊടുത്ത പൊളാരിറ്റി തിരിച്ച്, ബാറ്ററിയുടെ പൊളാരിറ്റി തിരിച്ച് വെച്ച് ഇതേപോലെ വീണ്ടും പൾസ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഏത് പൊളാരിറ്റിയിലാണോ മാക്സിമം സ്പൈക്ക് വോൾട്ടേജ് വരുന്നത് അതായിരിക്കും പ്രൈമറിയുടെ പൊളാരിറ്റി. അപ്പോൾ നമുക്ക് സെക്കൻഡറിയുടെ പിന്നായി, സെക്കൻഡറിയുടെ രണ്ടാമത്തെ എൻ പോയിൻ്റായി, പ്രൈമറിയുടെ 2 എൻ പോയിൻറ്റ്സായി അതിൻ്റെ പൊളാരിറ്റിയായി. ഇനി ചെയ്യാനുള്ള ഇതിനകത്തേക്ക് ഇതിൻ്റെ ഡ്രൈവർ സർക്യൂട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗത്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.